എല്ലാ നന്മകൾക്കും തിന്മകൾക്കും പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് അവന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ഒരു നാൾ നാം വരണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ തിരുവചനം. എന്തോ? നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. നമ്മൾ വിചാരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്ന നന്മയുടെ ഫലം അപ്പോൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ചിന്തിക്കരുത്. ഞങ്ങൾ ഈ പറയുന്ന ഈ ഫ്രൂട്ടറിയൊക്കെ അന്വേഷിച്ചിട്ടുള്ള സമയത്ത് കൊറോണ തുടങ്ങിയപ്പോൾ ഞാനും അന്വേഷിച്ചിനും കൂടിയൊക്കെ പോയി ഹോം ഗ്രൗണ്ട് കാഞ്ഞിരപ്പള്ളി പോയിട്ട് അത്യാവശ്യം കാശൊക്കെ മുടക്കി മേടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ഫ്രൂട്ടറിയാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അത് നല്ല വരിക്കച്ചക്ക തിന്നത്, തേനൂറെന്ന വരിക്കച്ചക്ക. ഞങ്ങളുടെ വായെന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. നല്ല തേൻ പോലത്തെ വരിക്കച്ചക്ക നട്ടിട്ട് പിറ്റേ ദിവസം പോയിട്ട് ചക്കയായോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും പുറകെ നടന്നു. ഇല്ലല്ലോ, ഇല്ല. അനീഷിച്ചനായിരുന്നു അതിനകത്ത് കൂടുതലും വെച്ചത് അനീഷിച്ചനായിരുന്നു. അനീഷിച്ചന്റെ കൈ നല്ലതായതുകൊണ്ട് ഞാൻ പറഞ്ഞു അച്ഛൻ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കുഴിയൊക്കെ മാന്തി കൊടുത്തിട്ട് അച്ഛനെ കൊണ്ടാണ് പലത് വെപ്പിച്ചത്. ബാക്കി ഞങ്ങളുടെ എൽസമ്മ ചേച്ചി വെച്ചു. എൽസമ്മ ചേച്ചി എന്നാ വെച്ചാൽ പിടിക്കും, തലകുത്തി നട്ടാലും പിടിക്കും. അതുകൊണ്ട് കുറെയൊക്കെ എൽസമ്മ ചേച്ചിനെ കൊണ്ടൊക്കെ വെപ്പിച്ചത്. അതിന്റെ ഫലം എടുക്കുന്നത് ഈ 2-2.5 വർഷം കഴിഞ്ഞപ്പോഴോ 3 വർഷം കഴിഞ്ഞപ്പോഴും എല്ലാത്തിലും തന്നെ അതിനകത്ത് പേരക്ക ഉണ്ടായി, റംബുട്ടാൻ ഉണ്ടായി, ചാമ്പങ്ങ ഉണ്ടായി, അതിന്റെ കടച്ചക്ക ഉണ്ടായി. സന്തോഷമാകുന്നുണ്ടല്ലോ ഇത് കേട്ടിട്ടല്ലേ? ഇവിടെ വെച്ച് സ്ഥലം കണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുവാണെങ്കിലേ. നന്മ ചെയ്യുന്നതില് മടുപ്പ് തോന്നരുത്. കാരണം നമ്മൾ യഥാകാലം എന്നാണെന്നറിയില്ല, അതിന്റെ വിളവെടുപ്പിനൊരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന സകല നന്മ പ്രവർത്തികൾക്കും അതിന് വിളവെടുപ്പിന്റെ ഒരു കാലമുണ്ട്. ഈ ലോകത്തിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും തിന്മകൾക്കും പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് അവന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ഒരു നാൾ നാം വരണം. ആര് തന്നെയായാലും നാം ചെയ്തിട്ടുള്ള നന്മകൾക്കും തിന്മകൾക്കും പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് വിളവെടുക്കേണ്ടതിന് ഒരു നാൾ അവന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നാം വരണം. ഒരു കാര്യം ഉറപ്പാണ്, വിളവെടുപ്പുണ്ട്. നന്മ വചനം പറയുന്ന പോലെ നന്മ ചെയ്തവൻ നന്മയുടെ വിളവെടുക്കും, തിന്മ ചെയ്തവൻ അതിന്റെ വിളവെടുക്കും. അതുകൊണ്ടാണ് നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുപ്പ് തോന്നരുത് എന്ന് വചനം പറയുന്നത്. മടുപ്പ് തോന്നിയാൽ എന്റെ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ആ സമയം തിന്മ ചെയ്യാൻ തുടങ്ങും. എല്ലാത്തിനും ഓപ്പോസിറ്റ് ഇഫക്റ്റ് ഉണ്ടെന്നേ. ഒരുവന്റെ ഹൃദയത്തിന് സ്നേഹിക്കാൻ പറ്റാതെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ ഹൃദയം വെറുപ്പ് നിറഞ്ഞ ഹൃദയമായിട്ട് മാറും. ദൈവത്തെ ചേർത്ത് പിടിക്കാത്ത ഒരു ഹൃദയം കുറച്ചു നാൾ കഴിയുമ്പോൾ പിശാചിന്റെ വാസസ്ഥലമായിട്ട് മാറും. നന്മ ചെയ്യാതെ കടന്നു പോകുന്ന ഒരു ജീവിതം കുറച്ചു കഴിയുമ്പോൾ ചെയ്യുന്നതൊക്കെ തിന്മയായിട്ട് മാറും. അതുകൊണ്ടാണ് നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നരുത്. പറ്റാവുന്നത്ര നന്മ ചെയ്യുക. നമുക്കറിയില്ല എത്ര നാളും കൂടി നമുക്ക് നന്മ ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ചെയ്യാവുന്നത്ര നമ്മുടെ പരിധിക്കുള്ളിലും പരിമിതിക്കുള്ളിലുള്ള വിധത്തിലുള്ള നന്മകൾ ചെയ്യുക. പരിമിതിക്കപ്പുറം പോയി നന്മ ചെയ്യുന്നവരെയും നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ഒന്നുമില്ലായ്മയിൽ നിന്നും പട്ടിണിയിലും ദാരിദ്ര്യത്തിലൊക്കെ ഈ പറയുന്ന പോലെ അനേകം നന്മ പ്രവർത്തികൾ ചെയ്യുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നരുത്, യഥാകാലം വിളവെടുക്കാം. ഇതിന്റെ വിളവ് എന്ന് നമ്മൾ എടുക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ വിളവെടുപ്പിന്റെ സമയമുണ്ട്. നമ്മൾ നന്മ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും നമ്മൾ വിളവെടുക്കും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാന്നുള്ളൂ. പക്ഷെ നമ്മൾ നന്മ ചെയ്ത് മുന്നോട്ട് പോവുക. ഈശോ കടന്നു പോയതുപോലെ ചെയ്യാവുന്നത്ര നന്മ. നമ്മളൊന്ന് ആലോചിച്ചേ, 33 വർഷക്കാലമേ ഈശോ ജീവിച്ചുള്ളൂ. അതിൽ വെറും 3 വർഷക്കാലമേ ഈശോ തന്റെ പരസ്യ ജീവിതം നയിച്ചുള്ളൂ. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ജീവിതങ്ങളെ സ്പർശിക്കുകയും ലോകത്തിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ളതും യേശുക്രിസ്തുവിനാണ്. കാരണം തന്റെ 3 വർഷക്കാലം മുഴുവനും നന്മ ചെയ്ത് സഞ്ചരിച്ച ഒരു ജീവിതമായിരുന്നു യേശുവിന്റെ ജീവിതം. 3 വർഷക്കാലം, പക്ഷെ സഞ്ചരിച്ച വഴികളിലൊക്കെ നന്മ ചെയ്തുകൊണ്ട് അവൻ സഞ്ചരിച്ചു എന്നുള്ളത്. ചെയ്യാൻ പറ്റാവുന്ന നന്മ അത് ലഭിക്കാൻ സാധ്യതയുള്ളവർക്ക് നിഷേധിക്കരുത് എന്നാണ് വചനം പറയുന്നത്. അർഹതപ്പെട്ടവർക്ക് നിഷേധിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി നന്മകളുണ്ട്. സാമ്പത്തിക നന്മ മാത്രമല്ല നന്മ എന്ന് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. മാനസികമായി തളർന്നിരിക്കുന്ന ഒരാളെ കേൾക്കാൻ പറ്റുന്ന നന്മയല്ലേ? ആരുമില്ല എന്ന് തോന്നുന്ന ഒരു അനുഭവത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഞാനുണ്ടെന്നേ, വിഷമിക്കണ്ടെന്നേ, ഞങ്ങളൊക്കെ ഇല്ലേ, അത്രയൊന്ന് പറഞ്ഞാൽ മതി. എന്തൊരു പ്രതീക്ഷയെന്നറിയാവോ?